ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോപ്പ് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി ചക്കയട നമുക്ക് ഉണ്ടാക്കിയാലോ. പൂച്ചയപ്പം, എടനയപ്പം അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. ഞാനിന്ന് ഉണ്ടാക്കുന്നത്, ഞാൻ നേരത്തെ ചക്കപ്പഴം വരട്ടിയിട്ടുള്ള ചക്കയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിലുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് പോയി കാണാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂഴച്ചക്കപ്പഴമാണ് കിട്ടിയത് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചക്കപ്പഴം ഉണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു 6 ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ് കേട്ടോ. ഏലക്കയും ജീരകവും നന്നായി പൊടിയാൻ വേണ്ടി ശകലം പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ്. അപ്പം നമ്മുടെ ചക്കപ്പഴത്തിനകത്തേക്ക് അത് ചേർക്കാം. പിന്നെ നമ്മൾ ഇവിടെ അടുത്തുനിന്നല്ല, നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഇടനയില കിട്ടും കേട്ടോ. വയനാട്ടിൽ നമുക്ക് ഇടനയില കിട്ടാൻ കുറവാണ്. അപ്പോൾ അവിടെയുള്ളവർ വാഴയിലയിലും പിന്നെ പ്ലാവിൻ്റെ ഇലയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇടനയിലയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കപ്പഴത്തിനകത്തേക്ക് ഏലക്കയും ജീരകവും പഞ്ചസാര ശകലം ചേർത്തു. അതിലേക്ക് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങയാണെങ്കിലും മതി, പക്ഷെ കുറച്ചധികം തേങ്ങ കടിക്കാനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 400 ഗ്രാം 350 ഗ്രാമോളം ശർക്കര ഉരുക്കി നേരത്തെ വെച്ചിട്ടുള്ളതാണ്, അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർക്കാണ് കേട്ടോ. ഞാൻ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പച്ചരീൻ്റെ പൊടിയല്ല, റവയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പച്ചരിയും കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്കിഷ്ടം റവ വറുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക സോഫ്റ്റും നല്ലൊരു രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പച്ചരി കൊണ്ട് ഉണ്ടാക്കിയത് നല്ലതാണ്, പക്ഷേ അതിലും ഒന്നും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയത് റവയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റവ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. അപ്പം ചക്കപ്പഴത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് നോക്കി മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരു കൈ കൊണ്ട് ഇങ്ങനെ കുഴയ്ക്കുന്ന ഒരു പാകം. അപ്പം അത് മിക്സാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് ഇളക്കി നോക്കി അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. ഒന്നാകെ റവ അങ്ങ് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം ചക്കപ്പഴം കുറഞ്ഞു പോകും. അപ്പം അതിൻ്റെ ടേസ്റ്റ് വരില്ല. ചക്കപ്പഴത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു കണക്കായിട്ടുള്ള പൊടി വേണം ഇടാൻ വേണ്ടിയിട്ട്. റവ നന്നായിട്ട് വറുത്തായിരുന്നു എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ വീഡിയോ നേരത്തെ ഇടണ്ടായിരുന്നു, ഇപ്പോഴായിപ്പോയി. ഈ വീഡിയോ തന്നെ എടുത്തു വെച്ചിട്ട് കുറേ ആയിട്ടോ. എല്ലാവർക്കും പനിയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മുടെ മാവ് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വെള്ളം ഒരു ശകലം മധുരം പോരാന്ന് തോന്നിയുകൊണ്ട് ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ടു കേട്ടോ. അപ്പം അങ്ങനെ എന്നിട്ട് നമ്മൾ ഇല കുമ്പിൾ ആക്കിയിട്ട് അതിനകത്തേക്ക് മാവ് ഈ ഒരു പരുവം മതി കേട്ടോ. ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞു പോരുതെന്നാൽ ഒത്തിരി ഇതായി പോകാതെ ഒരു പാകത്തിന്. അപ്പം അങ്ങനെ നമ്മുടെ ഇടനയപ്പം, പൂച്ചയപ്പം അല്ലേ, അങ്ങനെയൊക്കെ പറയും. ഇപ്പം ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു വിഭവങ്ങളുടെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും പൂച്ചയപ്പമൊക്കെ നാടൻ അപ്പങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും, മിക്കവർക്കും തന്നെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ലച്ചുട്ടി അപ്പമൊക്കെ തിന്നാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ചക്കയുടെ. ഇനിയിപ്പോൾ ചക്കയൊക്കെ തീരാനായി. ഇനി ഒന്നും കൂടി കിട്ടുവാണെങ്കിൽ ഒന്നും കൂടി ഉണ്ടാക്കണം. ഇപ്രാവശ്യം കുറേ ചക്കയപ്പം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടോ, ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കലുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ സച്ചുട്ടൻ ഭയങ്കര വീഡിയോയിൽ പറയുന്നത് ഭയങ്കര എക്സ്പ്രഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ.